സൈഫു, ഇന്ന് സ്പീക്കർ ഓം ബിർള മിക്കവാറും നിശബ്ദനായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ തുടങ്ങിയത് മുതൽ ഭരണപക്ഷത്തു നിന്ന് കിരൺ റിജ്ജു അടക്കമുള്ളവർ നിരന്തരം അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ സമയം കവർന്നെടുത്തത് ഭരണപക്ഷത്തെ മന്ത്രിമാരും എം പിമാരും ഒക്കെയാണ്. അപ്പോഴൊക്കെ സ്പീക്കർ വളരെ കുറച്ച് മാത്രം സംസാരിക്കുകയും ഇടയ്ക്കെപ്പോഴൊക്കെ രാഹുൽ ഗാന്ധിയോട് സഭയിലെ മര്യാദയെക്കുറിച്ച് സംസാരിക്കുകയുമാണ് ചെയ്തത്. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. സഭയിൽ എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ വിചാരിച്ച പോയിന്റ് മറന്നു സത്യത്തിൽ. അതായത് അമിത്ഷാ എന്തുകൊണ്ട് സഭയിൽ വരുന്നില്ല എന്നുള്ളതാണല്ലോ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. ആദ്യം രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യം, ഒരു 3 കാറ്റഗറിയിലുള്ള ജനങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് തുടങ്ങുന്നത്. അത് there are 3 categories എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സ്റ്റുഡൻസ്, ഇഡിയറ്റ്സ് ആൻഡ് അന്ധബക്സ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അവിടെ ആരെക്കുറിച്ചാണ് ഇഡിയറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, പക്ഷേ അത് ആരാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഈ ബഹളം തുടങ്ങുന്നത്. രണ്ടാമത്തെ ബഹളം വരുന്നത് അമിത്ഷായെ തൊട്ടപ്പോഴാണ്. അമിത്ഷാ എവിടെ, അദ്ദേഹത്തിന് ഭയമാണോ ഇവിടെ വരാൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ് അവർ പ്രകോപിപ്പിച്ചത്. അതിനുള്ള മറുപടി എന്തുകൊണ്ടാണ് അവർക്ക് പറയാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. ഇത്രയും ദിവസമായി അമിത്ഷായും നരേന്ദ്രമോദിയും എന്തുകൊണ്ട് സഭയിൽ വന്നില്ല, എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യത്തിന് എപ്പോഴെങ്കിലും ഏതെങ്കിലും BJP നേതാവ്, ഏതെങ്കിലും മെമ്പർ ഓഫ് പാർലമെന്റ്, ഏതെങ്കിലും മന്ത്രി അല്ലെങ്കിൽ പുറത്ത് ആരെങ്കിലും ഒരു മറുപടിയും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതേ BJP-ക്കാരാണ്, ഇതേ സംഘപരിവാരാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു ഇടത്ത് പോയതാണ്. അത് പക്ഷേ അദ്ദേഹത്തിന് പാർലമെൻറ്റ് സെഷൻ ആ സമയത്തില്ല. അദ്ദേഹം പാർലമെൻറ്റിൽ വരേണ്ട സമയത്ത് അദ്ദേഹം പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പരിപാടിക്ക് വരേണ്ട സമയത്ത് അദ്ദേഹം പരിപാടിയിൽ വന്നിട്ടുണ്ട്. ചാത്രോം കി ഗൂഞ്ച് എന്ന് പറയുന്ന പരിപാടി നടത്താൻ വേണ്ടി അദ്ദേഹം രാജസ്ഥാനിലെ കോട്ടയിൽ പോയിട്ടുണ്ട്. ഈ പരിപാടികളൊക്കെ അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ ജൂലൈ 18 ശേഷം നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടും എടുത്തു നോക്കൂ. ജൂലൈ 18 ശേഷം ഒരു പൊതുപരിപാടിയിലും അദ്ദേഹം സംബന്ധിച്ചിട്ടില്ല. അദ്ദേഹം ആകെ സംബന്ധിച്ചത് നമ്മുടെ സ്കൈ റൂട്ടിൻ്റെ മേധാവികളുമായുള്ളൊരു ഇൻട്രാക്ഷൻ മാത്രമാണ് അദ്ദേഹം പങ്കെടുത്തത്. പിന്നീട് അദ്ദേഹം പാർലമെൻറ്റ് സെഷനെ കുറിച്ച് ആദ്യ ദിവസം വന്ന കാര്യത്തെക്കുറിച്ച് മാത്രം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ജൂലൈ 19 അമിത്ഷാ ഒരു പൊതുപരിപാടിയിൽ ഏറ്റവും അവസാനമായി പങ്കെടുത്തത്. അതിനുശേഷം അമിത്ഷാൻ്റെ ഫേസ്ബുക്കിലും എക്സ് അക്കൗണ്ടിലുമൊക്കെ ആകെയുള്ള പോസ്റ്റുകൾ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യക്കാരെ അഭിനന്ദിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ഏതൊക്കെയോ അനുസ്മരണ സന്ദേശങ്ങളും അതിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഒരു പൊതുപരിപാടിയിൽ പോലും സംബന്ധിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. ഒരു പൊതുപരിപാടി പോലും ഇല്ലാത്ത അമിത്ഷായും നരേന്ദ്രമോദിയും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അവർ തന്നെ വിശേഷിപ്പിച്ച ഈ ഭേദഗതി ബില്ലിൻ്റെ ചർച്ചയിൽ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2024 പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബില്ല് വന്നു വരുന്നത്. അന്ന് വളരെ ശക്തമായ ബില്ലാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ആ നിയമം ഇവിടെ നടപ്പിലാക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു നിയമം ഉണ്ടായിട്ടും പരീക്ഷാ ക്രമക്കേടുകൾ തുടരുകയാണ്. നേരത്തെക്കാളും കൂടുതലായി പരീക്ഷാ ക്രമക്കേടുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ ബില്ല് കൊണ്ട്, ആ നിയമം കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇപ്പോൾ പുതിയ നിയമം വരുന്നു. പുതിയ നിയമം വരുമ്പോൾ അതിൽ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല കൂടുതലായി പറയുന്നത്, മറിച്ച് ശിക്ഷാ നടപടികളെക്കുറിച്ചാണ് കൂടുതലായി പറയുന്നത്. അതിൽ 1-2 ഭേദഗതികളെക്കുറിച്ച് ഞാൻ പറയാം. 2024 ഒരു വ്യക്തി ഒരു മാൽ പ്രാക്ടീസ് നടത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ 5 വർഷവും തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷയെങ്കിൽ, പുതിയ ഭേദഗതി അനുസരിച്ച് അത് 10 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയും എന്നുള്ളതാണ്. ഒരു സംഘടിതമായ ക്രമക്കേടാണ് നടന്നതെങ്കിൽ നേരത്തെ അത് 10 വർഷവും 1 കോടിയുമാണ് ശിക്ഷയെങ്കിൽ ഇപ്പോഴത് 7 വർഷവും 10 കോടിയുമായി ശിക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഒരു പരീക്ഷാ ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊവൈഡറോ ആണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ 8 വർഷം നിരോധനമാണ് പുതിയ നിയമം. നേരത്തെ അത് 4 വർഷം മാത്രമായിരുന്നു. 5 കോടിയാണ് പുതിയ പിഴ, നേരത്തെ അത് 1 കോടി മാത്രമായിരുന്നു.
ഇതാണ് ആകെയുള്ള ഒരു വ്യത്യാസം, ആകെയുള്ള ഒരു ഭേദഗതി. പിന്നെ അന്വേഷണ പരിധിക്ക് സമയം നിശ്ചയിച്ചു. നേരത്തെ സമയപരിധി ഉണ്ടായിരുന്നില്ല. 60 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം, 3 മാസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് ഒരു കുറ്റം ചെയ്യാൻ തോന്നുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു മാൽപ്രാക്ടീസ് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ശിക്ഷയെ പേടിച്ച് അയാൾ ചെയ്യില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ധരിക്കാം. പക്ഷേ അത് മാത്രമാണ് ഇതിൽ കാര്യമായൊരു ഭേദഗതി. ഈ ഭേദഗതിയെക്കുറിച്ചൊന്നും സഭയിൽ ചർച്ചയെ വന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. സാധാരണ ഒരു നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതി വരുമ്പോൾ അതിൻ്റെ ഓരോ ക്ലോസും എടുത്തുകൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അവിടെ നടന്നത് അതിന് പുറത്തുള്ള ചർച്ചകളായിരുന്നു. പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കലി പറയേണ്ട ചർച്ചകൾ കൂടിയായിരുന്നു. പക്ഷേ അതിനൊന്നും മറുപടി പറയാൻ അമിത്ഷാ ഉണ്ടായില്ല എന്നുള്ള ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ച കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ വന്നു. അതായത് സ്പീക്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അമിത്ഷായുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇത് ഹോം മിനിസ്റ്ററിയൊക്കെ സംബന്ധിച്ച ഒരു ബില്ലല്ലോ, പിന്നെ എന്തിനാണ് ഹോം മിനിസ്റ്ററെ ഈ വിഷയത്തിൽ കൊണ്ടുവരുന്നതെന്ന് സ്പീക്കർ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം പറയേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. നേരത്തെ അജിംസ് ഇവിടെ വിശദമായി പറഞ്ഞല്ലോ, പെല്ലറ്റ് ഉപയോഗിച്ചതിന്, AK-47 ഉപയോഗിച്ച് വെടിവെച്ചതിന്, ആണി നിറച്ച ലാത്തി കൊണ്ട് അടിച്ചതിന്, വേഷം മാറി വന്ന പോലീസുകാർ അല്ലെങ്കിൽ പോലീസുകാർ എന്ന വ്യാജേന വന്ന് കുട്ടികളെ അടിച്ചത്, ഇതിനൊക്കെ ഓർഡർ കൊടുത്തത് ആരാണ്? അതിന് ഉത്തരവാദി ഡൽഹി പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാന പോലീസിൻ്റെ അധികാരമല്ല, അത് കേന്ദ്ര പോലീസിൻ്റെ അധികാരമാണ്. അതിൻ്റെ അധികാരി അമിത്ഷായാണ്, അതിലൊരു തർക്കവുമില്ല. അപ്പോൾ അമിത്ഷാക്ക് അതിൽ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിയായ അയാൾ പാർലമെൻറ്റിൽ വന്നിട്ട് മറുപടി പറയാൻ അയാൾ ബാധ്യസ്ഥനാണല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം വന്നില്ല എന്നുള്ള വളരെ കൃത്യമായ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ബഹളം വെക്കുകയാണ് ചെയ്തത്. ഈ സ്പീക്കർ പറഞ്ഞ വേറൊരു തമാശ കൂടിയുണ്ട്. അതായത് സാധാരണ നിയമസഭയിലും ലോക്സഭയിലൊക്കെ ഒരു അഴിമതി ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ നോട്ടീസ് നേരത്തെ നൽകണം. ഞാൻ ഇങ്ങനെ ഒരു അഴിമതി, നേരത്തെ PV അൻവറിൻ്റെ കേസിലൊക്കെ ആ വിഷയം നമുക്ക് നിയമസഭയിലേക്ക് ഓർമ്മയുണ്ട്. ഒരു അഴിമതി ആരോപണം ഉന്നയിക്കും, നേരത്തെ നോട്ടീസ് ഉണ്ടെങ്കിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ എഴുതി നൽകണം. പക്ഷേ ഒരു അമിത്ഷാ എവിടെ, അമിത്ഷായാണോ ഇത് ഓർഡർ കൊടുത്തതെന്ന് ചോദിച്ചിട്ട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്പീക്കർ പറയാണ്, സ്പീക്കർക്ക് നേരത്തെ ഒരു സ്ലിപ്പ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ സ്ലിപ്പ് വായിച്ചിട്ട് ഉപരി പറയാണ്, നേരത്തെ നോട്ടീസ് നൽകാതെ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കാൻ പാടില്ല എന്ന് സ്പീക്കർ പറയുകയാണ്. അപ്പോൾ അങ്ങനെ സ്പീക്കറും ഭരണപക്ഷവും ഒരു ഭാഗത്ത് പൂർണ്ണമായും നിലകൊള്ളുകയും ഇപ്പുറത്ത് രാഹുൽ ഗാന്ധി നിൽക്കുകയും അങ്ങനെ രാഹുൽ ഗാന്ധി പ്രസംഗം പിന്നെ എന്താ പറയുക പൂർത്തിയാക്കാൻ അവസരം നൽകാതെ മുടക്കുകയാണ് ചെയ്തത്. ഇതിലൊരു രാഹുൽ ഗാന്ധിയോടുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന് ആ സ്പീച്ചിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അത് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഘടനാപരമായ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അമിത്ഷായാണ് ഈ ഓർഡർ നൽകിയത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. പക്ഷേ അമിത്ഷാ അത് ഓർഡർ നൽകാൻ അമിത്ഷാ എങ്ങനെയാണ് കാരണക്കാരാവുന്നത് എന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സമയം ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ അത് ടാക്ടിക്കലായി എങ്ങനെ പറയാം എന്നുള്ളതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി ചിന്തിച്ചിട്ടില്ലേ എന്ന് ഞാൻ ശങ്കിക്കുന്നു. കാരണം അതിനുശേഷം അദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ട്, ഈ സേനകളുടെയൊക്കെ അധികാരി അമിത്ഷായും ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയുമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ കാര്യം ആദ്യം പറഞ്ഞ് ഇതിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭരണപക്ഷം ചോദ്യം ചോദിക്കാനുള്ള അവസരം പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ കൂടി രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള അഭിപ്രായം കൂടി എനിക്കുണ്ട്.